നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മളാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് എന്ന്. കർണാടകയിലെ തെരഞ്ഞെടുപ്പിന് പോയപ്പോഴേ ഞാനും വിചാരിച്ചത് കർണാടകയിലൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊടുക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷെ വോട്ടെണ്ണി നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ കണ്ടതായിരുന്നില്ല യാഥാർത്ഥ്യം. സലീം മടവൂർ എതിലെയൊക്കെയോ പോയപ്പോ കൂടെ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടാകാൻ ജയിക്കുമെന്ന്. അപ്പൊ ഞാൻ താങ്കളോട് വളരെ വിനയപൂർവ്വം ചോദിക്കട്ടെ, ത്രിപുര എന്ന് പറയുന്ന 10-24 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു എതിർശബ്ദം ഉയരാൻ പോലും അനുവദിക്കാതിരുന്ന ആ സംസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്ന് സലീം മടവൂരിന് ഒരു 10 വർഷം മുമ്പ് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നു? അതേ ത്രിപുരയില് 1998 മുതൽ 10 തവണയാണ് സലീം മടവൂരെ ധൻപൂർ മണ്ഡലം, മണിക് സർക്കാരിനെ അവസാനം വിജയിപ്പിച്ചിരുന്ന ധൻപൂർ മണ്ഡലം അവരുടെ കൈപ്പിടിയിലായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കുമെന്ന് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സുഹൃത്തിന് സലീം മടവൂർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തോന്നിയിരുന്നോ? ത്രിപുരയില് ഇനി താങ്കൾ ഇവിടെ കുറെ ഇസ്ലാമിക സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. എന്തോ BJP-ക്കാര് മുസ്ലിങ്ങൾക്കെതിരാണ്, മുസ്ലിങ്ങൾ BJP-ക്ക് വോട്ടിയില്ല എന്നൊക്കെ. ഞാൻ സലീം മടവൂരിനെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് നടന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പോടൊപ്പം ത്രിപുരയിലെ ബോക്സ നഗർ എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തില് അവിടെയുള്ള സ്ഥാനാർത്ഥി മരിച്ചു പോയത് കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 66% അവിടെ മുസ്ലിങ്ങളായിരുന്നു സലീം മടവൂര്. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യ മുന്നണിയുടെ മത്സരം നടന്ന യോജിച്ച് CPM-ഉം കോൺഗ്രസും കൂടി ഒരു സ്ഥാനാർത്ഥിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. താങ്കളുടെ ഓർമ്മയിലേക്ക് ഞാൻ ആവർത്തിക്കുന്നു, ബോക്സ നഗർ മുസ്ലിം കമ്മ്യൂണിറ്റി 66%. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി തഫ്ജൽ ഹുസൈൻ. നിങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ CPM-ഉം നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പിന്തുണച്ചു. സലീം മടവൂരിന് വിശ്വസിക്കാൻ സാധിക്കുമോ ആ സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി താമര ചിഹ്നത്തിൽ മത്സരിച്ച് പിടിച്ചെടുത്തു എന്ന്? അവിടെ കിട്ടിയ വോട്ടും കൂടി സലീം മടവൂർ ഒന്ന് നോട്ട് ചെയ്യണം. വെറും 3909, 3909. തൊട്ട് മുമ്പ് ഇടതുപക്ഷവും ഒറ്റയ്ക്ക് കൈവശം വെച്ചിരുന്ന മണ്ഡലത്തിൽ ഉണ്ടായ അനുഭവം 66% മുസ്ലിങ്ങൾ. ഇനി ഞാൻ താങ്കളെ വീണ്ടും ശ്രമിക്കുന്നു. താങ്കൾ ഇപ്പോ മുസ്ലിങ്ങൾ അങ്ങ് BJP-ക്ക് എതിരാണ് എന്നുള്ള മോഹമൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, ഞാൻ എതിർക്കുന്നില്ല സലീം. നിങ്ങൾക്കറിയാമല്ലോ ഗുജറാത്തില് BJP മുസ്ലിങ്ങൾക്കെതിരാണ് എന്താ പറഞ്ഞു സലീം പറയുമ്പോൾ ഞാൻ അക്ഷരം സംസാരിക്കില്ല, ഒന്ന് എന്നെ കേൾക്കൂ നിങ്ങൾ. ഗുജറാത്തില് അഹമ്മദാബാദിൽ 70% മുസ്ലിം വോട്ടർമാരാണ്. 9 നിയമസഭാ മണ്ഡലമുണ്ട് ആ മേഖലയിൽ. നിങ്ങൾക്കറിയുമോ ആദ്യമായിട്ട് 9-ൽ 7 BJP അവിടെ ജയിച്ചു. ആ മേഖലയിൽ 70%-ഓളം മുസ്ലിങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർ BJP-യോടൊപ്പം നിൽക്കുമോ? നോക്കൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിമർശിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് UP-യിലെ രാംപൂർ മണ്ഡലം. കൃത്യമായിട്ട് സലീം മടവൂരിന് ഫെമിലിയർ ആയ ഒരു പദമാണ് ഞാൻ പറഞ്ഞത്. 19 തെരഞ്ഞെടുപ്പാണ് രാംപൂർ മണ്ഡലത്തില് ജനങ്ങൾ നേരിട്ടത്. ആ മണ്ഡലത്തില് 19 തവണയും ജയിച്ചത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നു. അവസാനം അസം ഖാൻ, ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ സലീമിന്, അസം ഖാന്റെ വിദ്വേഷ പ്രസംഗം നടത്തി അദ്ദേഹത്തെ അയോഗ്യനായി പ്രഖ്യാപിച്ചു. സലീമെ, ഇന്ന് ആ മണ്ഡലം ആരുടെ കയ്യിലാണ്? ഏതാണ്ട് 70-75% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ മുസ്ലിങ്ങളെ സഹായിക്കാതെ BJP-യുടെ MP അവിടെ ജയിക്കുമോ? എങ്ങനെ? എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കണം? ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്, താങ്കൾ പറഞ്ഞതിലെ വസ്തുതാപരമായ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. BJP സംവരണത്തിനെതിരല്ല, BJP മതസംവരണത്തിനെതിരാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം മതമാണ് എന്ന് പറയുന്നില്ല. മതസംവരണത്തിന് BJP എതിരാണ്. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന് ഇന്ത്യ രാജ്യത്ത് സംവരണം നൽകണമെന്ന് ഭരണഘടന അനുശാസിക്കാത്തിടത്തോളം കാലം അതിനെ ഞങ്ങൾ എതിർക്കും. ഇനി താങ്കളുടെ എന്റെ വിനയപൂർവ്വമുള്ള ചോദ്യം, സർ, ഈ രാജ്യത്തെ ഹരിജനങ്ങളും ഈ രാജ്യത്തെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളും ഈ രാജ്യത്ത് കഷ്ടപ്പെടുന്നുവെങ്കിൽ 6 പതിറ്റാണ്ട് സ്വതന്ത്ര ഭാരതം ഭരിച്ചത് ഇന്ത്യ മുന്നണിയുടെ ഇന്നത്തെ നേതാക്കന്മാരല്ലേ, അവരുടെ കക്ഷികളല്ലേ? 6 പതിറ്റാണ്ട് കൊണ്ട് ഈ രാജ്യത്തെ വനവാസികൾക്കും പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കും സാമൂഹ്യ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ
അതിന് ഉത്തരവാദിത്തം നിങ്ങളുടെ സംവരണ നയത്തിൽ എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതല്ലേ? ഈ വനവാസികൾക്കും ദളിതർക്കും ആദിവാസികൾക്കും സംവരണം പിടിച്ചു മാറ്റിയിട്ട് മതസംവരണക്കാർക്ക് പിടിച്ചു കൊടുക്കുമെന്ന് പറയുന്നത് എന്ത് നീതിയാണ് സലീമെ ഉള്ളത്? ആരുടെ സംവരണം? ഭരണഘടന പറയുന്നു സംവരണം ഒരിക്കലും 50% കൂടാൻ പാടില്ല. ഇപ്പോൾ തന്നെ സംവരണം 49% എത്തി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ സമൂഹത്തെ, ഒരു മതസമൂഹത്തെ ഈ സംവരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആരുടെ ആനുകൂല്യമാണ് നമ്മൾ പിടിച്ചവർക്ക് അവർക്ക് കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ ചാപിള്ളമാർ പ്രസവിക്കുന്ന അവിവാഹിതകളായ കുട്ടികൾ മണ്ണു വാരി തിന്ന മധുവിന്റെ സമൂഹം, ഈ സമൂഹത്തിന്റെ സംവരണം പിടിച്ചു മാറ്റിയിട്ട് ഒരു വിഭാഗത്തിന് കൊടുക്കുമ്പോൾ അതിനെ ന്യായീകരിക്കണമോ? ഞാൻ താങ്കളുടെ കണക്കുകളിലേക്ക് വിനയപൂർവ്വം ഒന്ന് ക്ഷണിക്കുന്നു. താങ്കൾക്ക് കൂടി പരിചയമുള്ള ഒരു സംഘടനയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായി ഒക്കെ കുറെ കാലം പ്രവർത്തിച്ചിരുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം. നമ്മുടെ നാട്ടിലൊക്കെ അവരുടെ പ്രവർത്തകന്മാരുണ്ടല്ലോ സലീമെ. ഈ രാജ്യത്തെ കേരള സംസ്ഥാനത്തിലെ ഓരോ വിഭാഗം ജനങ്ങളുടെയും സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇറക്കിയ ഒരു പുസ്തകമുണ്ട് സലീമെ. കേരള പഠനം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. കേരളത്തിലെ ഓരോ വിഭാഗം ജനങ്ങളുടെയും ജാതി തിരിച്ച്, മതം തിരിച്ച്, അവർ കൈവശമുള്ള ഭൂമിയുടെ അളവ്, അവർ വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക, ബിസിനസ് സ്ഥാപനങ്ങൾ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട് ആധാരത്തിന്റെ അളവ് നോക്കിയിട്ട് ആളോഹരി ഓരോ സമുദായത്തിന്റെയും കൈവശമുള്ള ഭൂസ്വത്ത്. ഭാരതീയ ജനതാ പാർട്ടിയോ സംഘപരിവാറോ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിനെ കുറിച്ചല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്.